പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. മണി എക്സ്ചേഞ്ചുകൾ വഴിയുള്ള പണമിടപാടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കുവൈറ്റ്. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം എന്നിവ തടയുകയാണ് ലക്ഷ്യം. മറ്റൊരാൾക്ക് വേണ്ടി പണമിടപാടുകൾ നടത്തുന്നത് പരിശോധിക്കാൻ എല്ലാ മണി എക്സ്ചേഞ്ചുകൾക്കും കുവൈറ്റ് സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകി. മറ്റുള്ളവർക്ക് വേണ്ടി പണം അയച്ചാൽ വിശദീകരണം നൽകണം. തൃപ്തികരമായ മറുപടി നൽകിയില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും. സ്ഥിരമായി ഒരേ തുക ആവർത്തിച്ചയച്ചാലും നിരീക്ഷിക്കപ്പെടും. രാജ്യത്തിന് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയന്ത്രണം. ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട 5 വർഷം വരെയുള്ള രേഖകൾ മണി എക്സ്ചേഞ്ച് കമ്പനികൾ സൂക്ഷിക്കണമെന്നും സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UK ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീമിൽ ചേരുന്നതിനുള്ള അപേക്ഷകൾ ഫെബ്രുവരി 18 മുതൽ 20 വരെ നൽകാം. ഇന്ത്യൻ പൗരന്മാർക്ക് UKയിൽ 2 വർഷം താമസിക്കുവാനും പഠിക്കുവാനും യാത്ര ചെയ്യാനും തൊഴിലെടുക്കാനും ഇത് അവസരമൊരുക്കും. 18 മുതൽ 30 വയസ്സുവരെ പ്രായമുള്ള 3000 ഇന്ത്യൻ പൗരന്മാർക്ക് യങ് പ്രൊഫഷണൽ സ്കീമിൽ ചേരുന്നതിന് അവസരം ലഭിക്കും. അപേക്ഷകർ UK സർക്കാർ ഔദ്യോഗിക വെബ്സൈറ്റിൽ ബാലറ്റിനായി രജിസ്റ്റർ ചെയ്യണം. ബാലറ്റിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. വിജയിച്ച സ്ഥാനാർത്ഥികളെ ക്രമരഹിതമായി തിരഞ്ഞെടുക്കും. UK ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അതിലും ഉയർന്നതോ ആയ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 2530 യൂറോ സമ്പാദ്യത്തിന്റെ തെളിവ് അപേക്ഷകൻ നൽകണം. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ബാലറ്റ് ക്ലോസ് ചെയ്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇമെയിൽ അറിയിപ്പ് ലഭിക്കും. അവർക്ക് അവരുടെ വിസ അപേക്ഷ പൂർത്തിയാക്കാനും ബയോമെട്രിക് ഡാറ്റ നൽകാനും വിസ അപേക്ഷാ ഫീസും എമിഗ്രേഷൻ ഹെൽത്ത് ചാർജും ഉൾപ്പെടെ ആവശ്യമായ ഫീസ് അടയ്ക്കാനും 90 ദിവസത്തെ സമയമുണ്ട്. ഈ സ്കീമിന് കീഴിൽ UKയിൽ 2 വർഷത്തെ താമസം പൂർത്തിയാക്കിയ ശേഷം അപേക്ഷകർ ഇന്ത്യയിലേക്ക് മടങ്ങണം. ബ്രിട്ടീഷുകാർക്കും ഇന്ത്യക്കാർക്കുമിടയിൽ നമ്മുടെ രാജ്യങ്ങളെക്കുറിച്ച് ഒരു ആധുനിക അവലോകനം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച പ്രോഗ്രാമാണ് യങ് പ്രൊഫഷണൽ സ്കീം. വഞ്ചനാപരമായ ഏജന്റുമാരെയോ പണത്തിനു പകരമായി വിസ വാഗ്ദാനം ചെയ്യുന്ന ഏജൻസികളെയോ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് UK സർക്കാർ അപേക്ഷകരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിസ അപേക്ഷകൾ സംബന്ധിച്ച ഔദ്യോഗിക മാർഗനിർദ്ദേശം UK സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗോൾഡൻ വിസ അപേക്ഷകളുടെ പ്രോസസ്സിംഗ് വേഗത്തിലാക്കി പോർച്ചുഗൽ. അപേക്ഷാ പ്രക്രിയ ഡിജിറ്റലാക്കിയതിനാൽ അപേക്ഷകർക്ക് വിസ പ്രോസസ്സിംഗ് സമയം ലാഭിക്കാനാകും. യൂറോപ്പിലെ ഏറ്റവും ജനപ്രിയമായ റെസിഡൻസി ബൈ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാമുകളിലൊന്നായ പോർച്ചുഗൽ ഗോൾഡൻ വിസ അപേക്ഷകർക്ക് വിസ പ്രോസസ്സിംഗിനായി അധികനാൾ കാത്തിരിക്കേണ്ടതില്ല. പേപ്പർ അധിഷ്ഠിത അപേക്ഷാ സംവിധാനം ഡിജിറ്റലാക്കി മാറ്റിയിട്ടുണ്ട്. നിലവിൽ 45,000-നും 50,000-നും ഇടയിൽ ഗോൾഡൻ വിസ അപേക്ഷകൾ അവലോകനത്തിനായി കാത്തിരിക്കുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. വിരലടയാളങ്ങളും മറ്റ് വ്യക്തിഗത വിവരങ്ങളും ശേഖരിക്കുന്ന ഇമിഗ്രേഷൻ ഏജൻസിയുമായി നിർബന്ധിത ബയോമെട്രിക് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ ചിലർ വർഷങ്ങളോളം കാത്തിരിക്കുന്നു. പുതിയ സംവിധാനത്തിന് കീഴിൽ ഉദ്യോഗാർത്ഥികൾ അവരുടെ ഓൺലൈൻ അപേക്ഷകൾ പൂർത്തിയാക്കിയാൽ 30 മുതൽ 90 ദിവസത്തിനുള്ളിൽ ബയോമെട്രിക് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യും. പോർച്ചുഗലിന്റെ ഗോൾഡൻ വിസ ബൈ ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർ പ്രതിവർഷം 7 ദിവസം മാത്രം രാജ്യത്ത് ചെലവഴിച്ചാൽ മതി. ഇത് 2012 നടപ്പിലാക്കിയതിനു ശേഷം 7 ബില്യൺ യൂറോയിലധികം സമാഹരിച്ചു. പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗവും ചൈനീസ്, ബ്രസീൽ, US പൗരന്മാരാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം കുടിയേറ്റ പ്രവാഹത്തിൽ കുത്തനെ വർധനയുണ്ടായത് വിസ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിൽ നീണ്ട കാലതാമസത്തിന് കാരണമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വർക്കേഴ്സ് സപ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ട് ഖത്തറിലെ 10,000-കണക്കിന് പ്രവാസി തൊഴിലാളികൾക്ക് തുണയായി. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുക. 2018 സ്ഥാപിച്ച വർക്കേഴ്സ് ഫണ്ട് ഇതുവരെ 1,30,000-ലധികം തൊഴിലാളികൾ ഉപയോഗപ്പെടുത്തി. സമഗ്ര തൊഴിൽ ചട്ടക്കൂടിനുള്ളിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും മികച്ച തൊഴിൽ അന്തരീക്ഷവും തൊഴിൽ സാഹചര്യവും ഒരുക്കുന്നതിൽ വർക്കേഴ്സ് ഫണ്ട് സഹായിച്ചു. ഖത്തർ വിഷൻ 2030-ന്റെ ഭാഗമായുള്ള പദ്ധതികളുമായി ഇത് യോജിക്കുന്നു. തൊഴിലുടമകളുമായുള്ള തർക്കം പരിഹരിക്കുക, വേതനവും സാമ്പത്തിക കുടിശ്ശികയും വൈകിയതിനെ തുടർന്നുള്ള പ്രശ്നം പരിഹരിക്കുക എന്നിവ മുൻനിർത്തിയാണ് വർക്കേഴ്സ് സപ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ട് സ്ഥാപിച്ചത്. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, നേപ്പാൾ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശികൾക്ക് വസ്തു വാങ്ങുന്നതിനുള്ള വിലക്ക് നീക്കുന്നത് ന്യൂസിലാൻഡ് പരിഗണിക്കുന്നു. ഗണ്യമായ വിദേശ നിക്ഷേപം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ന്യൂസിലാൻഡിൽ വിദേശികൾക്ക് വസ്തു വാങ്ങുന്നതിനുള്ള ദീർഘകാല നിരോധനം ലഘൂകരിക്കണോ എന്ന ന്യൂസിലാൻഡ് സർക്കാർ വിലയിരുത്തുകയാണെന്ന് ധനമന്ത്രി നിക്കോള വില്ലിസ് പറഞ്ഞു. നിലവിൽ വിദേശ റിയൽ എസ്റ്റേറ്റ് വാങ്ങലുകളിൽ
ലോകത്തിലെ ഏറ്റവും കർശനമായ നയങ്ങളിലൊന്നാണ് ന്യൂസിലൻഡിനുള്ളത്. നിലവിലുള്ള വ്യാപാര കരാറുകൾ കാരണം ഓസ്ട്രേലിയയിലെയും സിംഗപ്പൂരിലെയും പൗരന്മാർക്കും നികുതി നൽകി വരുന്ന താമസക്കാർക്കും പൗരന്മാർക്കും മാത്രമേ രാജ്യത്ത് വീടുകൾ വാങ്ങാൻ അനുമതിയുള്ളൂ. 2023 തെരഞ്ഞെടുപ്പിൽ വില്ലീസിന്റെ നാഷണൽ പാർട്ടി വിദേശികൾക്ക് പ്രോപ്പർട്ടി വാങ്ങാനുള്ള അവകാശം വിപുലീകരിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഇതിനെ സഖ്യകക്ഷിയായ ന്യൂസിലൻഡ് ഫസ്റ്റ് എതിർത്തു. എന്നിരുന്നാലും ഗണ്യമായ വിദേശ നിക്ഷേപം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്ത ന്യൂസിലൻഡ് ഫസ്റ്റ് പാർട്ടി എതിർപ്പ് പിൻവലിച്ചേക്കും. അതേസമയം സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് വിദേശ മൂലധനത്തിന്റെ ആവശ്യകത അംഗീകരിച്ച നിക്ഷേപ വിസ ചട്ടക്കൂട് നവീകരിച്ചു. ഇംഗ്ലീഷ് ഭാഷ ആവശ്യകത പോലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും നിക്ഷേപകർക്ക് നിർബന്ധിത താമസം കാലയളവ് കുറയ്ക്കുകയും ചെയ്യുന്ന ലളിതമായ ആക്റ്റീവ് ഇൻവെസ്റ്റർ പ്ലസ് വിസ പ്രോഗ്രാം പ്രഖ്യാപിച്ചു. ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളെ രാജ്യത്തേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ അത്യാധുനിക റെയിൽ ബസ് അവതരിപ്പിക്കുന്നു. പുനരുപയോഗ വസ്തുക്കളിൽ നിന്ന് 3D പ്രിന്റഡ് സാങ്കേതിക വിദ്യയിലൂടെയാണ് റെയിൽ ബസ്സുകൾ നിർമ്മിക്കുന്നത്. മെട്രോ, ട്രാം എന്നിവയ്ക്ക് പിന്നാലെ സ്വയം നിയന്ത്രിത ഇലക്ട്രിക് റെയിൽ ബസ്സുകൾ ദുബായിൽ വരുന്നു. മദീനത്തുൽ ജുമൈറയിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ ദുബായ് RTA ആണ് പുതിയ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തിയത്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽ ബസ്സിന് ഡ്രൈവർ ഉണ്ടാകില്ല. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും. 40 പേർക്ക് യാത്ര ചെയ്യാം. ഓരോ ഗ്യാരേജിലും 22 സീറ്റുകൾ ഉണ്ടാകും. ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സൗകര്യം ലഭ്യമാണ്. സീറ്റുകൾക്ക് മുന്നിലുള്ള സ്ക്രീനിൽ അടുത്ത സ്റ്റേഷൻ ഏതെന്നടക്കം യാത്രാ വിവരങ്ങളും തെളിയും. എമിറേറ്റിലുടനീളം സ്ഥാപിക്കുന്ന എലിവേറ്റഡ് ട്രാക്കുകളിലായിരിക്കും റെയിൽ ബസ്സുകളുടെ സർവീസ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.